ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഒരു വലിയ MP ആണ് എന്ന് ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ ലീലാ മേനോൻ മരിച്ചുപോയി. അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി, കേട്ടില്ല. മെറിലി വെസ്ബോർഡ് എന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനത്തെ 10 കൊല്ലം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ്. നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തത് കൊണ്ട് അവരെ തുറന്നെഴുതി മരിക്കുന്നതിന് മുമ്പ് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ. മാധവിക്കുട്ടി ആകെ പറഞ്ഞത്, മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത്, അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ. അങ്ങനെയാണ് സാദിഖ് അലി ആയത്. ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക. എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാന്ന് പറയാം. അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവര് മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്തില്ല. അവര് മതം മാറി. അവര് മുന്നോട്ട് പോയി. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $10 ലക്ഷം ആണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം മിണ്ടാത്തത്? എന്റെ മക്കൾ എന്നെ വന്ന് പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി. നമ്മെ ഹിന്ദു മതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരാനില്ല. പക്ഷേ മറിച്ചു പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും. അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ, എന്റെ മക്കളുടെ ഭീരുത്വമാണ് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് എന്ന അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത്.